ഹായ്. അപ്പോൾ വീണ്ടും ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് നന്ദിനോർത്ത് നമുക്ക് സ്തുതിക്കാം. തമ്പുരാനെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറന്നു പോകല്ല ആരും. എനിക്ക് സബ്സ്ക്രൈബും ലൈക്കെല്ലാം കുറവാണല്ലോ, ആരും കാണുന്നില്ലേ? ഇഷ്ടമില്ലേ നിങ്ങൾക്ക് എൻ്റെ വചനമൊന്നും? അങ്ങനെ പറയരുത് കേട്ടോ. ബൈബിളല്ലേ, എല്ലാവർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. അത് കേൾക്കാനും താല്പര്യം കാണിക്കണമല്ലോ. ആരും എന്നോട് ഇഷ്ടക്കുറവൊന്നും കാണിക്കരുത്. കാണണം, കേൾക്കണം. ദൈവത്തിൻ്റെ വചനമില്ലേ, ആ ചെറുതായാലും എല്ലാവരും കേൾക്കാൻ താല്പര്യം കാണിക്കണം കേട്ടോ. സ്നേഹമല്ലേ എല്ലാവരും? സുഖത്തോടെയല്ലേ ഇരിക്കുന്നു എല്ലാവരും? അങ്ങനെ കാലവർഷമൊക്കെ തുടങ്ങാറായിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. നല്ല കാലവർഷത്തിന്, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രകൃതിക്ഷോഭങ്ങളെല്ലാം മാറിപ്പോകാനും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം. നല്ല കാലാവസ്ഥ വരേണ്ടതല്ലേ? നല്ല പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഒഴിവായിപ്പോയി നല്ലൊരു മഴക്കാലം നമുക്ക് ദൈവം തരാൻ പ്രാർത്ഥിക്കേണ്ടതല്ലേ? പക്ഷേ ഇനി അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അന്ത്യകാലത്തിൻ്റെ ഘട്ടമാണ്, തമ്പുരാൻ്റെ വരവിൻ്റെ അടുപ്പാണ്. അപ്പം ആ ഒരു മാറ്റങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. അതെല്ലാവരും അറിഞ്ഞ് പേടിക്കൊന്നും വേണ്ട. പേടിച്ചാലും സംഭവിക്കുക തന്നെ ചെയ്യും, അത് മാറിപ്പോവുകയില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. എല്ലാ കുറ്റങ്ങളൊക്കെ ഉപേക്ഷിച്ച് നല്ല നിലയിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കുക, ഒട്ടി നിന്നോളുക. നമുക്ക് അവിടെ പ്രാർത്ഥനയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ മാറി നിൽക്കുകയൊന്നും ചെയ്യരുത്. കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോളും. ഇപ്പോൾ അങ്ങനെ വാരിക്കോരി തരുന്ന സമയമല്ല. ഇപ്പോൾ തമ്പുരാൻ നിശബ്ദത പാലിക്കുന്ന സമയമാണ്. ചെയ്യേണ്ടവർ ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. തെറ്റ് ചെയ്യുന്നവൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ശരി ചെയ്യുന്നവൻ ശരി ചെയ്തുകൊണ്ടിരിക്കട്ടെ. നന്മ ചെയ്യട്ടെ. തിന്മ ചെയ്യട്ടെ. കർത്താവിൻ്റെ വരവിന് ശേഷമാണ് ബാക്കി എല്ലാത്തിനും പ്രതിഫലം കിട്ടുക. അപ്പം നമ്മളിപ്പോൾ ഒന്നും കൈനീട്ടി കിട്ടുമെന്ന് ഓർത്ത് കാത്തിരിക്കുകയൊന്നും ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. മുട്ടിപ്രായി പ്രാർത്ഥിക്കുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം നമ്മളത് മറക്കാതെ നമ്മൾ ചെയ്യണം. ചെയ്തേ മതിയാവുള്ളൂ. പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ചേർത്ത് പിടിക്കാനെന്നുള്ളത്. വചനത്തിൻ്റെ പുറകെ പോയി അതിലൂടെ മാത്രം മുന്നേറാൻ നോക്കുക. അല്ലാതെ മറ്റൊന്നും നമുക്കിപ്പോൾ ചെയ്യാനില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് തമ്പുരാൻ നല്ല വചനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ വായിച്ചാൽ വേണ്ടത് ഇഷ്ടം പോലെ അത് കിട്ടുന്നുണ്ടല്ലോ. ലോകത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളൊന്നും കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ നിൽക്കണ്ട. കുറ്റങ്ങൾ ചെയ്യുന്നവർ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോട്ടെ. കുറവുകൾ ചെയ്തവർ കുറവ് ചെയ്തുകൊണ്ടിരുന്നോട്ടെ. നമ്മൾ അതിനെ വിമർശിക്കാൻ പോകണ്ട, മോശമായിട്ട് പറയാൻ പോകണ്ട, നന്മയായിട്ട് പറയാൻ തിന്മയായിട്ട് പറയാൻ പോകണ്ട. നമ്മൾ അത് തിരുത്താനും പോകണ്ട. അത് അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ തമ്പുരാൻ വിചാരിച്ചത് നികത്താൻ പറ്റാത്തത് നമ്മൾ വിചാരിച്ചത് നികത്താൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ആ പ്രാർത്ഥിച്ച് മുട്ടിപ്പോയി അടുത്ത് നിന്നാൽ മാത്രം മതി. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. പിന്നെ അവൻ്റെ മക്കളെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കണം. രോഗശാന്തികളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കണം. രോഗങ്ങളെ കുറേ അകറ്റി നിർത്താൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ രോഗങ്ങളാണ് അടിക്കടി രോഗങ്ങളാണ് മനുഷ്യന്മാരെ കടന്ന് ആക്രമിക്കുന്നത്. ആ ആക്രമണയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടാൻ നമുക്ക് കുറേയൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ നമുക്ക് സാധിക്കും. ഭക്ഷണത്തിൻ്റെയും പിന്നെ ജോലിയുടെ ഭാരങ്ങളും ജോലി കൂടുതൽ ചിന്തിക്കുന്നത്, അമൃതമായ ചിന്ത അധികമാണ്. അത് നമ്മുടെ ശരീരത്തെ വല്ലാതെ ബാധിക്കും. അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് മാറ്റി നിർത്തി റിയലൈസ് ആകുക. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കൂടി ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ പെരുപ്പിച്ച് രോഗങ്ങളൊന്നും വർദ്ധിപ്പിക്കാൻ ഇടയാക്കരുത്. അതൊന്നും അത്ര നല്ലതല്ല. കർത്താവിൻ്റെ വചനം നമുക്ക് മുറപ്പിടിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മിനിഞ്ഞാന്ന് വായിച്ചത് എന്താണ്? മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ വായിച്ചത്. അത് നമുക്കിന്ന് വീണ്ടും അതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് പൂർത്തീകരിക്കാം. ഇതിനും വായിക്കും കൂടാണല്ലോ ഒന്നൊരു ഉണർവ് കിട്ടുന്നത് അല്ലേ? മനുഷ്യപുത്രൻ്റെ ആഗമനം ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. നമുക്കിത് ഇത് കഴിഞ്ഞിട്ട് അത് അടുത്ത പ്രാവശ്യം ഇത് വായിക്കാമെന്ന്. അപ്പം നമുക്ക് വചനം വായിക്കാം, കേൾക്കാം നമുക്ക് വചനം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനം നമുക്ക് വായിക്കാം കേട്ടോ. ആ കാലത്ത് പീഡനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ സൂര്യൻ ഇരുണ്ടു പോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്നും നിപതിക്കും. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രതിഷ്ഠപ്പെടും. മനുഷ്യപുത്രന്റെ അടയാളം എന്തായിരിക്കും? കണ്ടറിയാവുന്ന കാര്യങ്ങളല്ലേ?
മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അവിടുന്ന് കുറച്ച് താഴോട്ട് വായിക്കാം. 32, 36 വരെയുള്ളത് കുറച്ചുകൂടെ കൂട്ടി വായിക്കാണ് കേട്ടോ. ഒരുമിച്ച് കൂട്ടും. അവനെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്. അല്ലാത്തവരെല്ലാം തള്ളപ്പെടും. അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമായിരിക്കും അവൻ കൂട്ടിച്ചേർത്തി കൊണ്ടുപോവുക. ബാക്കിയുള്ളവരെയൊക്കെ ഉപേക്ഷിക്കപ്പെടുമോ? സംശയകരമായ ചോദ്യങ്ങളാണിതല്ലേ. എനിക്കിങ്ങനെ ബൈബിളിൽ ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ട്. ബൈബിളിൽ കിട്ടിയത് ഞാനിങ്ങനെ ബൈബിൾ ക്ലാസ്സിൽ പോയി പഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ബൈബിളിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഞാൻ വായിച്ചിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം സംശയം തോന്നും. അതിപ്പോൾ നമുക്ക് ആരോട് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് നമ്മുടേതായ ഒരു ബുദ്ധിക്ക് അനുസരിച്ച് നമ്മളത് ഒന്ന് വിശകലനം ചെയ്യാം, അല്ലേ? അതാണ് എൻ്റെ ശരി. അത്തിമരത്തിൽ നിന്നും പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. പിതാവ് പുത്രനിൽ വസിക്കുമ്പോൾ പുത്രനത് അറിയാതിരിക്കുമോ? പിതാവിനെ കാണുന്നവൻ എന്നെയും കാണുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷത്തിലാണോ എവിടെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തോമസ് ലീഹയോടാണ് അങ്ങനെ പറയുന്നത്. തോമസിനോട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുമ്പോൾ തോമസിന്, നീ എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു, പിതാവ് ഞാനും ഒന്നാകുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു എന്ന് കർത്താവ് അപ്പുറത്ത് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവിടെ പുത്രന് പോലും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. നമുക്ക് വചനത്തിൽ വായിക്കുമ്പോൾ ഒത്തിരി ഡൗട്ടുകളുണ്ടല്ലേ. ഈ ഡൗട്ടുകളെ തീർത്ത് തന്ന് പഠിക്കണം. അതാണ് നമുക്കിപ്പോൾ ആവശ്യം. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, മരത്തെ നോക്കി അത് നമുക്ക് ശരിയാണ്, അതിലൊക്കെ പറഞ്ഞ് കറക്റ്റാണ്, ഇതും കറക്റ്റാണ്, അല്ലാന്നല്ല. അതിനൊക്കെ ബൈബിളിലൊക്കെ ഒത്തിരി അർത്ഥവത്തുകളുണ്ട്. നമ്മളിങ്ങനെ നമ്മുടേതായ ബുദ്ധിക്ക് നമ്മൾ വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞാൽ അത് ശരിയാകുകയില്ല. അപ്പം ഈ ആഗമനത്തിൻ്റെ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ ആ കാലഘട്ടം ഇപ്പോൾ തന്നെയാണോ, അതോ നമ്മളുടെ എല്ലാം തലമുറയ്ക്ക് ശേഷമാണോ? എന്ത് തന്നെ ആയാലും നമ്മൾ കരുതിയിരുന്ന് തമ്പുരാൻ്റെ വചനം മുറുകെ പിടിച്ച് പ്രതീക്ഷയോട് നമ്മൾ കാത്തിരിക്കണം. മറ്റൊന്നിനും ശ്രദ്ധ വയ്ക്കുന്നത് കുറയ്ക്കുക. കർത്താവിൻ്റെ വരവിലും വചനങ്ങളിലും മുറുകെ പിടിച്ച് നമ്മൾ പ്രാർത്ഥനയോടെയും യാചനയോടെയും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥിക്കണം. ഏത് സമയം കള്ളനെപ്പോലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സമയം എപ്പോഴും നമുക്കത് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടം നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ കടലാക്രമണങ്ങൾ, ഇപ്പോൾ കടലിലെ വെള്ളങ്ങളൊക്കെ ചൂടായെന്നാണ് പറയുന്നത് കേട്ടെ. മീനൊക്കെ ചത്ത് ഒടുങ്ങുന്നു. ഇങ്ങനൊന്നും ഇതിനു മുമ്പൊന്നും നമ്മൾ കേട്ട് കഴിയ പോലും ആർക്കുമില്ലല്ലോ. എന്തൊരു പ്രതിക്ഷോഭമാണിപ്പോൾ. ഈ വേനൽക്കാലത്ത് പോലും കടലാക്രമണം, അത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതാണോ? എത്ര വീടുകളെ തകർന്ന്, എത്ര പേരാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത്? എത്ര കിലോമീറ്ററോളം അകത്തേക്കാണ് കടൽ കയറിയിരിക്കുന്നത്? ചിലപ്പോൾ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, എന്നിട്ട് ഒറ്റ കയറ്റമാണ് കയറുന്നത്. ഭയങ്കര അത്ഭുതമല്ലേ ഇത്? ഏതായാലും ഓർക്കുമ്പോൾ അത്ഭുതം തന്നെ പറഞ്ഞ പോരാ, അത്ഭുതത്തിൻ്റെ അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരോ ദിവസങ്ങളും ദൈവമേ 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 എന്ന് മാത്രം വിളിച്ച് ഉരുവിട്ടുകൊണ്ട് മാത്രം നടക്കുക. അതിൻ്റെ ഇടയിൽ വന്നു പോകുന്നതിനൊന്നും മൈൻഡ് ചെയ്യണ്ട. നല്ല കെയർഫുള്ളായിരിക്കുക, വളരെയേറെ സൂക്ഷിക്കുക. നല്ല ഭയമുണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അത്. പുറകോട്ടോ മുന്നോട്ടൊന്നും ചിന്തിക്കുകയില്ല. വരുമ്പോൾ മുൻവഴികളെല്ലാം തകർന്നടിഞ്ഞ് വീഴും. അവനുള്ളതിനെ മാത്രമേ അവൻ തിരിഞ്ഞെടുത്തുകൊണ്ട് പോവുള്ളൂ. ബാക്കി എല്ലാത്തിനും അവൻ വിട്ടുകളി എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് എനിക്കിത് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കാൻ അവൻ വരും 4 ദിക്കിൽ നിന്നും. കർത്താവ് അതിൽ എത്ര പേർ ഉൾപ്പെടും, എത്ര പേർ ഉൾപ്പെടാതെ പോകും ആർക്കറിയാം.
അതൊക്കെ ഓർക്കും ഭയം തോന്നില്ലേ? കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആ ഒരൊറ്റ ഗുണത്തിലും ആ ഒരു ഒറ്റ മഹത്വത്തിലുമാണ് നമ്മളെ ഈ ജനങ്ങളെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. കർത്താവിൻ്റെ ആ ഒറ്റ കരുണയും അവരെ പ്രതിയുള്ള ആ ക്ഷമയും അവരെ കർത്താവ് കൂട്ടിച്ചേർത്ത് കർത്താവിൻ്റെ സഭയെ ചേർത്ത് കൊണ്ടുപോയാൽ ബാക്കിയുള്ളവരുടെ ഇവിടുത്തെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് ഓർക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ ചൈതന്യമെല്ലാം അവരിൽ കൂടി അങ്ങ് പോയി. ഈ ഭൂമിയിൽ പിന്നെ ശേഷം ഒന്നും ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെതായ ഒന്നും കാണുകയില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്തായിരിക്കും ആ അവസ്ഥകൾ? ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല. നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവ് കൂടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് തോന്നുന്നു പോരായ്മകളാണ്, കുറവുകളാണ് എന്നൊക്കെ പുറത്ത് നമ്മൾ കിരികിര പറയുകയും നമ്മൾ പിറുപിറുക്കുകയും നമ്മൾ പിന്നെ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പോഴും നമ്മുടെ കൂടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ ആ കൃപ നമ്മളിലുണ്ട്. നമ്മളിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾക്ക് അത്രയേറെ മഹത്വം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ട് പോലും നമ്മൾ ഇതാ പറയുന്നതെങ്കിൽ ആ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ ഈ ഭൂമിയുടെ അവസ്ഥ ഓർത്ത് നോക്കിക്കേ. എത്ര ഭയാനകമായിരിക്കും ആ സംഭവങ്ങൾ. ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. ദൈവമേ, ആ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്നതിന് മുമ്പ് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോകുന്നുണ്ട്. ഞാനൊക്കെ പേടിച്ചു പോയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ ഇവിടെ അസാധ്യമായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ്. അപ്പൊ കർത്താവിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് കർത്താവ് പോയി കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ഒരിക്കലും കർത്താവ് ഈ ഭൂമിയിലേക്ക് തിരിഞ്ഞ് നോക്കിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിലും ഭേദം ചുട്ട് ചാമ്പലാക്കപ്പെടുന്നതാണ്. ഒന്നുമില്ലാതെ പക്ഷെ നോഹയുടെ കാലം പോലെ, നോഹയുടെ കാലത്ത് ജനപ്രളയത്തിൽ ഒരു ഒറ്റ കുടുംബത്തെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നശിപ്പിച്ച് കളഞ്ഞതുപോലെ നശിപ്പിച്ച് കളയുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിച്ചു പോകും. മലകളെയും ഞങ്ങളെ വന്ന് മൂടുവിൻ, കുന്നുകളെയും ഞങ്ങളെ വന്ന് മൂടുവിൻ എന്ന് പറയുന്ന ആ കാലഘട്ടമായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. അതിനായിരിക്കും കർത്താവ് ഉദ്ദേശിച്ച് അങ്ങനെ ജീവിച്ചുകൂടാൻ പറ്റാത്ത കാലം, രാത്രി കാലങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അത് എന്തൊരവസ്ഥയായിരിക്കും, എന്തൊരു പീഡയായിരിക്കും അത്. ഓർത്ത് നോക്കിയേ, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. അത് ഭയാനകമാണ്. ഉറപ്പിൽ തന്നെ കിട്ടില്ലം കൊള്ളുന്നു. ഈ കാലഘട്ടത്തിൽ പോലും ജീവിച്ചു കൂടാൻ പറ്റാത്ത അവസ്ഥ, കർത്താവ് കൂടെ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത അവസ്ഥ. എനിക്കെല്ലാം ഓർക്കുമ്പോൾ തന്നെ ഭയമാ. ആർക്കും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഇത് കർത്താവിൻ്റെ നിയമമല്ലേ, അല്ലേ? നമുക്കവിടെ വക്കാലത്തുമായിട്ടങ്ങോട്ടും ചെല്ലാൻ പറ്റില്ലല്ലോ. കർത്താവ് അത് അങ്ങനെയല്ലേ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവിടെ പറയാൻ പറ്റില്ലല്ലോ. ജീവിക്കാൻ തന്ന ആ ദിവസങ്ങളും നമ്മുടെ ജീവിതവും നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ തകർന്നടിഞ്ഞ് വീഴുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ആ കാലങ്ങളും ആ സമയങ്ങളും ഒന്നും കർത്താവിനോ പിതാവിനല്ലാതെ പുത്രന് പോലും സ്വർഗത്തിൽ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല എങ്കിൽ പിന്നെ ഭൂമിയിലുള്ള മനുഷ്യർക്കാണോ അറിയാവുന്നത്? അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, പച്ചയായ ഒരു രഹസ്യം. ആ രഹസ്യങ്ങൾ കർത്താവിനെയും അറിയത്തുള്ളൂ. അതിനെ നേരിടാൻ പോകുന്ന അവസ്ഥകൾ നമ്മൾ എങ്ങനെ നേരിടുമെന്നാണ് നമ്മളിനിയും അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം ഒരു വ്യക്തി നന്മ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ തെറ്റുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. നിന്റെ അപ്പനല്ലേ, അപ്പൻ്റെ അപ്പനല്ലേ, അമ്മയല്ലേ, അമ്മയുടെ അമ്മയല്ലേ, തലമുറകളല്ലേ ഇങ്ങനെ കൈമാറി വരുന്നത് ജീവിതം. ആ ദൈവകാര്യങ്ങൾ നമ്മൾ അപ്പോഴും തലമുറ കൈമാറി വരുമ്പോൾ നമ്മളതെല്ലാം ഉൾക്കൊണ്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. അപ്പം അപ്പനപ്പന്മാരൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അമ്മച്ചിമാരൊക്കെ ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളുടെ മക്കളും തലമുറകൾ മാറി അതിങ്ങനെ നീറിപ്പിടിക്കും. അപ്പം അത് നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. ഒട്ടും മാറ്റപ്പെടുകയില്ല. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ചെയ്യുന്ന തലമുറ ചെയ്തത് അപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ അവസ്ഥ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടു, നമ്മളെ പോട്ടെ ധ്യാന കേന്ദ്രം മുരിങ്ങൂരൊക്കെ അത് ഹിന്ദു മതസ്ഥരുടെ ആണെന്നും അവിടെ അമ്പലം വരുന്ന സ്ഥലമാണെന്നും അവിടെ ക്രിസ്തീയ പള്ളികൾ പൊളിച്ച് മാറ്റണമെന്നും അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ വേർതിരിവൊന്നും വേണ്ട. കർത്താവ് എല്ലാവരുടെയും ദൈവമല്ലേ. ഹിന്ദുവെന്നോ ക്രിസ്തുവെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ ബുദ്ധനെന്നോ അങ്ങനെയൊന്നും കർത്താവ് ആരെയും വേർതിരിച്ചില്ല. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് യേശുമിശിഹ. അത് ജനങ്ങൾ എന്ന് കണ്ണു തുറന്ന് കാണുന്നുവോ, എന്ന് ഹൃദയം തുറന്ന് ഉൾക്കൊള്ളുന്നുവോ അന്നേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. ഈ വേർതിരിവൊന്നും വേണ്ട. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരുടെയും രക്ഷ, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിറന്നവനാണ് കർത്താവ് യേശുമിശിഹ. ആ തിരിച്ചവർക്ക് ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഈ വർഗീയത മാറി ഈ വേർതിരിവ് മാറി, ഒറ്റപ്പെടുത്തലുകൾ മാറി, ക്രിസ്ത്യാനി എന്നുള്ള ആ
തള്ളൽ മാറി എല്ലാവരെയും ഉൾക്കൊള്ളാൻ അവർക്കൊരു ഒരു തിരുമനസ്സുണ്ടായാൽ, ഒരു ഉറപ്പുണ്ടായാൽ, ഉൾക്കൊള്ളാനൊരു കഴിവുണ്ടായാൽ ഇതിനെല്ലാം മാറ്റം വരും. അത് വേണം നമ്മുടെ ഇടയിൽ. സാത്താനെ അങ്ങ് വിട്ടുകൊടുത്ത് അവനെ താണ്ടവിടാൻ ക്രിസ്ത്യാനികളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇട വരാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അതുണ്ടാകാതിരിക്കുകയല്ലോ. അത് കർത്താവിന് ശേഷം മുഴുവനും പീഡകയല്ലായിരുന്നു. കർത്താവിനെ അനുഗമിക്കുന്നവർക്കെല്ലാം പീഡയല്ലേ? സന്തോഷമാണല്ലേ? എനിക്കത് കേൾക്കുമ്പോൾ ഇഷ്ടമാണ്. കാരണം കർത്താവിനെ അനുഗമിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ഇഷ്ടം. പൊന്നു തമ്പുരാനെ നേടാനല്ലേ? അത് വേണം. അപ്പോൾ നമ്മൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പീഡകൾ കേൾക്കുമ്പോൾ പീഡിപ്പിക്കുന്നവരെ നമ്മൾ ഒന്നും പറയാനൊന്നും പോകണ്ട, വിമർശിക്കാനും പോകണ്ട. വിധിക്കുന്നവൻ കർത്താവാണ്, നമ്മളല്ല. വിധി കർത്താവാണ്. എല്ലാം അവനെ ഏൽപ്പിക്കുക. എല്ലാം അവൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾക്ക് തന്നെ അറിയില്ല. അതുപോലെ ലോകം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാനാവില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് അവിടെ ഇവിടെ ഇരുന്നൊക്കെ കുറേ ആൾക്കാർ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വിമർശനങ്ങളൊക്കെ നടത്തുന്നില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തർക്കങ്ങളൊന്നും ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മൾ സന്തോഷപ്പിള്ളങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ത് വാഴയ്ക്കാണ് ദൈവം ഉണ്ടാക്കിയെന്ന്. വാഴയ്ക്കെങ്കിലും ദൈവം ഉണ്ടാക്കിയെന്ന് പറയാൻ അവന് ശക്തി കിട്ടിയല്ലോ. അതാണ് അവൻ്റെ ആരോഗ്യം, അവൻ്റെ ശ്വാസം, അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൻ്റെ ഡ്രസ്സ്, കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ടുള്ള കിട്ടുന്ന നിദ്ര. ഒന്നും വേണ്ട, കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു നിദ്ര, സുഖമായിട്ടുള്ള നിദ്ര കിട്ടുന്നില്ലേ? കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. കർത്താവ് ഒരു നിമിഷം മാറി ഇന്ന് സുഖമായിട്ടൊന്നും കിടന്നുറങ്ങുന്നില്ല ആരും. ആ മനുഷ്യനെ പറയുന്നത് എന്ത് വാഴയ്ക്ക ഉണ്ടാക്കിയത്. ലോകം മുഴുവൻ സഞ്ചരിച്ച് കുറച്ച് പണം സമ്പാദിക്കുന്നുണ്ടല്ലോ, കിടന്നുറങ്ങാൻ നല്ലൊരു വീടുണ്ടല്ലോ. അത് വാഴയ്ക്കൊക്കെ ഉണ്ടാക്കി കിട്ടിയതായിരിക്കും. വാഴയ്ക്ക വിറ്റ് കിട്ടിയതായിരിക്കും. വിവരം വേണം കുറച്ചൊക്കെ മനുഷ്യർക്ക്. ഇങ്ങനെ വാഴയ്ക്ക ഉണ്ടാക്കി മീഡിയയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ചങ്കറ്റം ഉണ്ടല്ലോ, അത് വാഴയ്ക്ക ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. കർത്താവ് ഉണ്ടാക്കി കൊടുത്തതല്ല. ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ആദ്യം ഭൂമുഖത്ത് നിന്ന് മാറ്റേണ്ടത്. അതും ഒരു ക്രിസ്ത്യാനി. കർത്താവിനെ അപമാനം വരുന്ന കുറേ ക്രിസ്ത്യാനികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സ്വന്തം അപ്പനെ കല്ലെറിയുന്ന മക്കൾ, സ്വന്തം അപ്പനെ വിമർശിക്കുന്ന മക്കൾ. കർത്താവിന് ഇങ്ങനെയും കുറേ സന്തതികളുണ്ട്. എന്താ ആരോടാ പറയണ്ടേ? ഈ ലോകത്തൊന്നുമല്ലേ ആ മനുഷ്യനൊക്കെ ജീവിക്കുന്നത്? ആ മനുഷ്യനോടൊക്കെ നമുക്കൊരു ആരാധന തോന്നുമോ? ഇനി ലോകത്തിലെ എന്തെല്ലാം പോയി കണ്ടുപിടിച്ചിട്ട് വന്നാലും അയാളുടെ മനസ്സ് ദൈവത്തെങ്കിലും കടക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനമുള്ളേ? സൃഷ്ടികർത്താവിനെ ചോദ്യം ചെയ്യുക, സ്രഷ്ടാവിനോട് മത്സരിക്കുക. സ്രഷ്ടാവിനോട് മത്സരിച്ച് ജയിച്ചവരാരാ ഉള്ളേ? ചോദ്യങ്ങൾ ചോദിച്ച് ജയിച്ചവൻ ആരാ ഉള്ളേ? ആർക്കതിന് കഴിഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ? അവൻ എന്താ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചട ഉടഞ്ഞ് താഴെ വീഴും. അവനോടാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത്രയ്ക്കുണ്ട് മനുഷ്യര്. ഈ വാഴയ്ക്കൊക്കെ പുഴുങ്ങിക്കൊടുത്ത് അയാളോട് തിന്നാൻ പറയണം. ഇത് കർത്താവ് ഇത്രയും ഉണ്ടാക്കിയുള്ളൂ എന്ന് പറയുകയും ചെയ്യണം. നിനക്ക് വേണമെങ്കിൽ കഴിച്ചോളാൻ പറയണം. അല്ലേ? അതല്ലേ വേണ്ടത്? അതല്ലേ ആ മനുഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയ മറുപടി? അതിന് കർത്താവ് തന്നെ മറുപടി പറയണം. നമ്മളാരും മറുപടി പറയണ്ട. നമ്മൾ പറഞ്ഞത് വില പോവുകയുമില്ല. നമ്മുടെ സമൂഹം തന്നെ നമുക്ക് നാശം, നമ്മുടെ വീട് തന്നെ നമുക്ക് നാശം, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമുക്ക് നാശം. സൃഷ്ടാവിനോട് ചോദ്യം ചോദിക്കുക, സൃഷ്ടികർത്താവിനോട് മത്സരിക്കുക. ഇത് സംഭവം പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ, ആകാശമേ കേൾക്കാന്നുള്ള പാട്ടില്ലേ? കർത്താവ് എത്ര സങ്കടകരമായി ആ പാട്ട് അല്ലേ? അങ്ങനെ ഒരു വചനം എഴുതിയേക്കുന്നത്, അങ്ങനെ വരികൾ കർത്താവ് എഴുതല്ല കേട്ടോ, ബൈബിളിൽ എഴുതിയതാ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം പോകുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അതൊന്നും നമുക്ക് വേണ്ട. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ മതി. നമ്മൾ ആരെയും തിരുത്താൻ പോകണ്ട. സങ്കടം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സന്തോഷക്കുളങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ള അവകാശമൊന്നും അധികാരമൊന്നും നമുക്കില്ല. അതൊക്കെ അങ്ങനെ ആ വഴിക്ക് നീങ്ങട്ടെ. സാത്താനിൽ അകപ്പെട്ടു പോയാൽ ചിലവർ ഇതൊക്കെ തന്നെ പറയുള്ളൂ. അത് അവരുടെ രീതിയാണ്. കർത്താവിന് എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ സാത്താന് കിട്ടുന്ന സന്തോഷം വലുതല്ലേ? അല്ലേ? ഒരാൾ എനിക്ക് കിട്ടിയെന്നുള്ള സന്തോഷം അവൻ ഭയങ്കരമായി ആഘോഷിക്കും. അതിനെ കർത്താവിൻ്റെ മക്കൾ ഇടവരുത്തുകയും ചെയ്യും.
അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇന്നത്തെ നമ്മുടെ വചനം പൂർത്തിയാക്കാൻ പോകണം. ഞാൻ ഇന്ന് വചനം വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളത് വായിക്കണം കേട്ടോ. ഓരോ ദിവസം വായിക്കണം. ഗ്രേസി തന്ന വചനം ഞങ്ങളിത് വായിക്കുകയാണെന്നെങ്കിലും മനസ്സിൽ ഓർക്കണം. ഏതാണെന്നറിയാമല്ലോ, മത്തായി സുവിശേഷം 24-ന്റെ 29-36 വരെയുള്ളൂ. നീണ്ടൊരു വചനം. ഇത് വലിയ വചനമൊന്നുമില്ല. നമുക്ക് 4 വരി വായിക്കുമ്പോൾ അകത്ത് തീരും. ഇതിപ്പോൾ വായിച്ച് മനസ്സിരുത്തി പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ ആലോചിക്കണം ഈ പറഞ്ഞ വചനങ്ങളൊക്കെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. അപ്പം നമുക്ക് ഏറെക്കുറൊക്കെ നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാവും. അത് തിരുത്താൻ നമുക്ക് സമയം തരും. പിന്നീട് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കാനൊന്നും നമ്മൾ പോകാതെ നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നുണ്ട് മുട്ടുമിൽ നിന്ന് പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചനയോടെ നിൽക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, ഇന്ന് എനിക്ക് തന്ന ഈ വചനം ഞാൻ എന്നെ കേൾക്കുന്ന ഈ സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക്, കർത്താവിൻ്റെ മക്കൾക്ക് അത് ഉപകാരപ്പെടുവാനിടയാക്കണമേ. കർത്താവിൻ്റെ നാമം പരിശുദ്ധമായി ആയിരിക്കണം. അവർക്ക് നല്ലൊരു മനസ്സും ഹൃദയം അവരുടെ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും അവരുടെ സമൂഹത്തെ മുഴുവനും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് അവർക്കും കൂട്ടായിരിക്കട്ടെ. എൻ്റെ കർത്താവായ യേശുമിശിഹായുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇവിടുന്ന് ഈ വചനം പൂർത്തിയാകാണ്. ഇനി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് വചനം